Hello, my dear peeps. Welcome to ACP Vlogs. സോ ഇന്നലെ ഞാൻ പോയി ചത്താ പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് ഫിലിം കണ്ടു. ഞാൻ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്വൈത് നായർ എന്ന ഡെബ്യൂ ഡയറക്ടറാണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. റോഷൻ മാത്യു, വിശാഖ്, അർജുൻ അശോകൻ, അങ്ങനെ വലിയൊരു യങ്സ്റ്റേഴ്സിൻ്റെ താരനിര ഈ ഫിലിമിലുണ്ട്. ആൻഡ് ദ ഫിലിം വാസ് അമേസിങ്. വാക്കുകളില്ല. അമേസിങ് ഇൻ ദ സെൻസ് ഇതൊരു ഭയങ്കര ലോജിക്കൽ അല്ലെങ്കിൽ ഭയങ്കര കഥയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള അങ്ങനെ ഒരു പടമല്ല. ദിസ് വാസ് എ ഫൺ പാക്ഡ് എൻ്റർടൈൻമെൻറ്റ്, കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് മൂവി എന്ന് പറഞ്ഞാൽ ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ് മുതലൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ആ രീതിയിൽ തന്നെയാണ് എൻഡ് വരെയും കൊണ്ടുപോയിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ക്രൂ ആൻഡ് ഡീറ്റെയിൽസിലൂടെ നമുക്ക് പോവാം. ഞാൻ പറഞ്ഞ പോലെ ഡയറക്ടർ അദ്വൈത് നായരാണ്. Then when it comes to the other crew members, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അനന്ത് സി ചന്ദ്രനാണ്. ആൻഡ് ദി മ്യൂസിക്, ഈ പടത്തിൻ്റെ വൺ ഓഫ് ദി സ്ട്രോങ് പില്ലേഴ്സ് അതിലെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. ആൻഡ് ഹീസ് ഡൺ സം വണ്ടർഫുൾ മൂവീസ് ലൈക്ക് കലങ്കാവലിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് പുള്ളിയാണ്. ആൻഡ് ശങ്കർ ഇർസാൻ ലോയ്, ഇറ്റ്സ് ദ ഫസ്റ്റ് മലയാളം സിനിമ ഇൻ 30 years. അവർ ശങ്കർ മഹാദേവൻ, ഇർസാൻ ആൻഡ് ലോയ്, ദേ ആർ എ കോംബോ ഹു ഹാസ് ബീൻ വർക്കിംഗ് ഫോർ 30 years ഇൻ ദി മ്യൂസിക് ഇൻഡസ്ട്രി. ആൻഡ് അവരുടെ ഫസ്റ്റ് മലയാളം മൂവിയാണിത്. അവരുടെ പ്രീവിയസ് വർക്ക്സ് എന്നൊക്കെ പറയുന്നത് കൽഹോനഹോ, കബി അൽവദന കഹന, അതിൻ്റെയൊക്കെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത് അവരാണ്. ദെൻ വെൻ ഇറ്റ് കംസ് ടു സ്റ്റൺ കൊറിയോഗ്രാഫി, കലൈ കിങ്സൺ തമിഴ് സ്റ്റൺ കൊറിയോഗ്രാഫറാണ്. പുള്ളി ഒരു രക്ഷയില്ലാതെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുട്ടികളുടെ ഇവരുടെ ഒരു യങ്ങർ വേർഷൻ കാണിക്കുന്നുണ്ട്. അവരുടെ സ്റ്റണ്ടുണ്ട്. ട്രെയിലറിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്ലിംസ് കാണാൻ പറ്റും. ആ പിള്ളേരെ വരെ അവർ മാസ്സാക്കി കാണിച്ചു അവരുടെ സ്റ്റണ്ട്സിലൂടെ. അത് കഴിഞ്ഞിട്ട് ഈ പടം ഒരു ഫസ്റ്റ് ഗിയർ ഇട്ട് മുന്നോട്ട് പോകാമെന്ന് പറയില്ലേ, അതേപോലെ പടം ഒന്ന് ക്ലച്ച് പിടിച്ച് തുടങ്ങുന്ന മുതൽ ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. റെസ്ലിങ്ങിൻ്റെയൊക്കെ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതായത് നമ്മൾ 90s കിഡ്സിൽ നമ്മൾ പണ്ട് റെസ്ലിങ്ങിൽ ആസ്വദിച്ച് കണ്ടിട്ടുള്ള പല മൂവ്സ് ഉണ്ട്. ചോക്ക് സ്ലാംസ്, നമ്മുടെ റെയ്മിസ്റ്റീരിയോയുടെ 619, ഷോൺ മൈക്കിൾസിൻ്റെ ഡെഡ് കിക്ക്, അങ്ങനെ പല സാധനങ്ങളും ഇതിനകത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആർട്ടാണ്. അവരുടെ കോസ്റ്റ്യൂംസ് ആയാലും അതിൻ്റെ ആ റിങ് സെറ്റിംഗ് ആയാലും സെറ്റ് വർക്ക് ആയാലും എല്ലാം ഇറ്റ് വാസ് സൂപ്പർബ്. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിനകത്ത് ആക്ടേഴ്സാണ്. ഇതിനകത്ത് ഒരു വലിയൊരു താരനിര തന്നെ ഉണ്ട്. ഇപ്പം സീനിയർ ആക്ടേഴ്സായിട്ടുള്ള സിദ്ദീഖുണ്ട്, തസ്നീ ഖാനുണ്ട്, റാഫിയുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാമിയോ ഇതിനകത്ത് വരുന്നുണ്ട്, അതാരെന്ന് ഞാൻ പറയുന്നില്ല. ആൻഡ് അങ്ങനെ കുറച്ച് പേരുണ്ട്. ആൻഡ് ദി യങ്സ്റ്റേഴ്സ്, ഇതിനകത്ത് 1-2 പടങ്ങളിൽ മാത്രം കണ്ട ഒരു ആക്ട്രസ് ഉണ്ട്, കാർമൻ എസ് മാത്യു എന്നാണ് പേര്. പുള്ളിക്കാരി ഓഫീസർ ഓൺ ഡ്യൂട്ടി, പിന്നെ റോന്ത്, ഈ 2 ഫിലിമിലാണ് ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ളത്. ഷീ വാസ് അമേസിങ്. പുള്ളിക്കാരിയുടെ ഒരു ഫൈറ്റ് ഇതിനകത്തുണ്ട്. ഷീ ഡിഡ് എ വണ്ടർഫുൾ ജോബ് ഡൂയിങ് ദാറ്റ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളിൽ ഇതിൽ റോഷൻ മാത്യു അവതരിപ്പിച്ചിരിക്കുന്ന വെട്രി എന്ന ക്യാരക്ടറിൻ്റെ ഒരു മോളായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ട്. പുള്ളിക്കാരി കംപ്ലീറ്റ് ഫണ്ണായിരുന്നു ഇതിനകത്ത്. ക്യൂട്ടായിരുന്നു, അഭിനയം അടിപൊളിയായിരുന്നു, ഡയലോഗ് ഡെലിവറി വാസ് സൂപ്പർബ്. പിന്നെ ഇതിനകത്തെ മെയിൻ ആക്ടേഴ്സ് അർജുൻ അശോകൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. സ്റ്റണ്ടൊക്കെ പൊളിയായിരുന്നു. റോഷൻ മാത്യു എഗെയിൻ പുള്ളി ഒരു കലിപ്പനായിട്ട് അതും സെറ്റായിരുന്നു. ആൻഡ് ദ മെയിൻ ബോയ് വിശാഖ്, ഹീസ് എ ഫിനോമിനൽ ആക്ടർ. ഒന്നും പറയാനില്ല. പുള്ളിക്കാരൻ്റെ ആ ഒരു സ്വാഗ്, ചില നേരത്തെ ആറ്റിറ്റ്യൂഡ്, ആ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമോഷൻസ് ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായിപ്പോവും. ഈ ഫിലിമിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കുറച്ച് നാൾ കഴിഞ്ഞ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇതിനകത്തൊരു മെയിൻ ക്യാമിയോ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ആ ക്യാമിയോ എനിക്ക് പക്ഷേ വലുതായിട്ട് വർക്കായില്ല. അത് വർക്കാവാത്തതിന് കാരണം ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷനിലൂടെയാണ് ആ ക്യാമിയോ പ്രതീക്ഷിച്ച് പോയത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ പടം എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ ഫുൾ പാക്ഡായിട്ട് പോയിരുന്ന ആ ഫണ്ണോടെ കണ്ടാലേ ഈ പടം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയാണ്. ആൻഡ് വീക്കെൻഡ് വരുവാണ്. സോ എവ്രി വൺ ഗോ ആൻഡ് വാച്ച് ദിസ്. ആൻഡ് റിഗാർഡിങ് ദ ക്യാമിയോ, നിങ്ങൾ ഭയങ്കര വലിയൊരു സംഭവം ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ
കമ്മീഷണറിലെ ഭരചന്ദ്രനെ പ്രതീക്ഷിച്ച് പോരുത്. പകരം മനുവങ്കിളിലെ മിന്നൽ പ്രതാപൻ ആ ഒരു ക്യാരക്ടറില്ലേ, ആ ഒരു വൈബിലുള്ള ഒരു ക്യാമിയോ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വർക്കാവും. ഞാൻ വലിയൊരു സംഭവം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എനിക്ക് വർക്കാവുന്നത്. സോ എൻജോയ് ദിസ് മൂവി വിത്ത് ഫാമിലി ഇൻ യുവർ തിയേറ്റേഴ്സ്. ആൻഡ് കുട്ടികളെ കൊണ്ടുപോകുന്നവർ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇതെല്ലാം വെറും ക്യാമറ വർക്കും കയറി പിടിച്ച് ചാടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. കുട്ടികളോട് എടുത്തു പറയുക. എൻജോയ് ദ മൂവി ഇൻ തിയേറ്റേഴ്സ്. കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരാം. ആൻഡ് ദിസ് ഇസ് ആലിഫ് അഗൈൻ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.